അങ്ങനെ ഞങ്ങളെ ഷോർട്ട് ഫിലിമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് പുതിയൊരു ആളുമായിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പം വേറൊരു കഥ, പിന്നെ കുറച്ച് പുതിയ ടീംസ്, അങ്ങനെയാണ്. അപ്പം ഞങ്ങളതിൽ വർക്ക് ചെയ്യണം. അപ്പം ഇതേപോലെ എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയായിട്ടൊക്കെ കാണാൻ വേണ്ടി വന്നിട്ട് ഇതാണ് സംഭവം. അപ്പോൾ അവരിൽ പ്രൊഡ്യൂസറുണ്ട്, ക്യാമറമാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആക്ടേഴ്സായിട്ടാണ് ഇത്തവണ ഇതിൽ ചെയ്യേണ്ടത്. പുള്ളിക്കാരൻ്റെ കഥയിൽ ഞങ്ങൾ അഭിനയിക്കണം. 2-3 ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അതിൽ ഞങ്ങൾ അഭിനയിക്കണം. അപ്പം എന്തായാലും നമ്മൾ മറ്റ് ഷോർട്ട് ഫിലിമൊക്കെ പരീക്ഷിച്ച് ക്യാമറയായിട്ടും ഡയറക്ഷൻ സൈഡായിട്ടൊക്കെ പരീക്ഷിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ഓഫർ വരുന്നത്. നമ്മൾ പറഞ്ഞു ശരി, നമ്മൾ അഭിനയിക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു മണിച്ചിത്രത്താഴ് സിനിമ വരെ ഒരു റെഫറൻസ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ കഥ കേട്ടപ്പോൾ കഥ കൊള്ളാം, അടിപൊളി. ഒരു തറവാട്ടിലാണ് ഷൂട്ട്, പഴയൊരു തറവാട്ടിൽ. അവിടെ കുറച്ച് സ്റ്റുഡൻസ് അവധി ദിവസം അവിടെ പോയിട്ട് ഇതിലുള്ള ആക്ടേഴ്സ്, അതായത് കഥ സ്റ്റോറിയിൽ അതിലുള്ളൊരു പയ്യൻ്റെ പഴയൊരു തറവാട്ടിലേക്ക് കുറച്ച് ദിവസത്തെ ലീവ് കിട്ടിയപ്പം നമ്മളിങ്ങനെ അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കഥയാണ്. അപ്പം എനിക്ക് കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൽ ഇവർ ഒരു സോങ്ങൊക്കെ ഉണ്ട്. അപ്പം സോങ്ങൊക്കെ നല്ല അപ്പോഴത്തെ ആ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ടീംസിലുള്ളൊരു ആൾ തന്നെയാണ്. എൻ്റെ മ്യൂസിക്കും പാട്ടിൻ്റെ എല്ലാം ഫുൾ ചിലവ് പുള്ളിക്കാരനാണ്. അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി. സ്ക്രിപ്റ്റൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അഭിനയിക്കേണ്ട ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ തറവാടൊക്കെ പോയി കണ്ടു. പഴയൊരു തറവാട്, അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ പുതിയൊരു പയ്യനാണ്. അങ്ങനെ പുള്ളിക്കാരിങ്ങനെ നമ്മളാ ലൊക്കേഷനിലൊക്കെ തറവാട്ടിലൊക്കെ കൊണ്ടുപോയി. തറവാടൊക്കെ അടിപൊളി. പിന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന പുള്ളിക്കാരെല്ലാവരും ഉണ്ടാകും. ഒരു നല്ല അടിപൊളിയൊരു ടീം, നല്ല അടിപൊളിയൊരു ഗ്രൂപ്പ്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അവിടെ നിന്ന സമയത്തൊക്കെ. അങ്ങനെ ഷൂട്ടിംഗ് സമയം അപ്പം ഈ തറവാടിൻ്റെ ഓണർ വന്നിട്ട് ഇതെല്ലാം ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അത് നമ്മളെ സൈഡല്ല, ഇതിൻ്റെ പ്രൊഡ്യൂസർ സൈഡാണ്. ഈ ഡയറക്ഷൻ ചെയ്യുന്ന പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൽ കുറച്ച് ഇതിൻ്റെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഷെയറൊക്കെ ചെയ്യുന്നതും. അങ്ങനെ ഇവർ കുറച്ച് പാർട്ട്നേഴ്സായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ അവരോടാണ് ഡീല്, വീടിൻ്റെ ഓണറും. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു 4000 രൂപ എന്താണ് ആ തറവാടിന് ചോദിച്ചത്. അപ്പം അവരതെല്ലാം ഓക്കെ, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് സമയം അങ്ങ് പോയാൽ മതി. അപ്പോൾ ആർട്ട് വർക്ക് അതിന് വേറെ അങ്ങനെ ടീമൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഓക്കെയാണ്, നമ്മൾ റെഡി, എല്ലാ പരിപാടിക്കും നമ്മളുണ്ട്. അങ്ങനെ ഒരു കിണറൊക്കെ ചെയ്യണം. അങ്ങനെ ആ തറവാടിൻ്റെ ഫ്രണ്ടിൽ കിണറൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഈ സീരിയലിലും സിനിമയിലൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആർട്ട് വർക്കിലൊക്കെ ഇറങ്ങിയതാണ്. അപ്പം തറവാടിൻ്റെ ഫ്രണ്ടിലൊരു കിണർ ചെറുതായിട്ട് കുഴിച്ച് ഒരു ചൂടുകളൊക്കെ വെച്ച് കെട്ടി ഒരു കിണറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഗംഭീര ആർട്ട് വർക്ക് നമ്മളവിടെ ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു 4 ദിവസം എടുത്ത് എല്ലാം കൂടെയൊക്കെ പണി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ചെളിയൊക്കെ ചവിട്ടിക്കുഴച്ച് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കുറച്ച് സ്ക്രിപ്റ്റ് വർക്കിൽ നമുക്കിരിക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഒരുപാട് എല്ലാം മൊത്തം ഓൾറൗണ്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല, നമ്മളെല്ലാം എൻജോയ് ചെയ്ത് എല്ലാം സെറ്റായി. അങ്ങനെ ഇത് ഡയറക്ടർ നല്ല ഒരു പുതിയ പയ്യനാണ് പുള്ളിക്കാരൻ. അങ്ങനെ പുള്ളിക്കാരൻ എല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മുടെ അടുത്ത് ഷൂട്ടിങ്ങിന് 2 ദിവസം കിടക്കുകയുണ്ടായിരുന്നു. 2 ദിവസം സമയമായപ്പം ഇങ്ങനെ എന്തോ അതിൽ ഒരു പൈസ ഇടുന്ന ഒരാൾ പുള്ളിക്കാരൻ പിന്മാറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ അവിടെ ഉണ്ടായി. സംസാരം, ഒരാൾ പിന്മാറി, അതിൽ പാർട്ണർഷിപ്പിൽ ഒരാൾ പിന്മാറി. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമം, അയ്യോ നീ നടക്കാതെയായിട്ട് പോവുമോ. അപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ഡയറക്ടറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒന്നുകൊണ്ട് പേടിക്കണം, നമ്മൾ എന്തായാലും തുടങ്ങിയ ഷൂട്ട് ഉറപ്പായിട്ടും നടക്കും, എന്തായാലും ഈ ഷൂട്ട് നടക്കും. ക്യാമറമാനൊക്കെ അന്ന് സീരിയലിലുള്ള ഏതൊരു അസിസ്റ്റൻറ്റ് ക്യാമറമാനാണ് ഇതിൻ്റെ ക്യാമറമാനായിട്ടൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളൊരു സീരിയൽ ലൊക്കേഷനിലൊക്കെ പോയി ക്യാമറമാനെയൊക്കെ കണ്ട് സംസാരിച്ച് അതെല്ലാം നേരത്തെ ഓൾറെഡി ഇതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഡയറക്ടർ പുള്ളിക്കാരൻ നമ്മളൊക്കെ ഈ സീരിയൽ വർക്കിലൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എവിടെ പോകണമെങ്കിലും നമ്മളെയും കൂടെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ അവൻ്റെ ഫുൾ ചിലവിൽ തന്നെയാണ് ഒരു സീരിയൽ ലൊക്കേഷനിൽ പോയി നമ്മൾ ക്യാമറമാൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ വന്ന്. അപ്പം ബാക്കിയെല്ലാം ഈ പുള്ളിക്കാരൻ ഏറ്റിട്ടുണ്ട്, നമ്മളെ ഡയറക്ടർ തന്നെ. അവൻ എല്ലാം സെറ്റാണ്. അങ്ങനെ നമ്മൾ
രണ്ട് ദിവസത്തിനകത്ത് ഈ ഷൂട്ടിംഗ് കിടക്കെ 2 ദിവസത്തിനകത്ത് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ കൈവിട്ടത്. അങ്ങനെ ബാക്കി വാങ്ങി ഏറ്റെടുത്തു നമ്മളെ ഡയറക്ടർ. അപ്പം നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം നമുക്കൊരു ടെൻഷൻ, അയ്യോ നാളെയല്ലേ ഷൂട്ടിങ്, വേറെ എന്തെങ്കിലും പണിയേറ്റ വരുമോ എന്നൊക്കെ വെച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് നമ്മളെ ടീംസ് എല്ലാവരും കൂടെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ ഇങ്ങനെയാണ് ഫസ്റ്റ് ഷൂട്ട്. അങ്ങനെ നമ്മളെ ഡയറക്ടറിനെ കാണാനില്ല. ഡയറക്ടർ എന്തോ ഓട്ടത്തിലാണ്, ഭയങ്കര ഓട്ടത്തിലാണ്. അപ്പോൾ ബാക്കി നമ്മൾ നാളത്തെ സീൻസൊക്കെ ഏതാണ്, അതെല്ലാം നമ്മൾ നാളെ സീൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഷെഡ്യൂൾ ചാർട്ട് തന്നെ ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും ഷൂട്ട് തീർക്കണം ഒരു ഇതിലെത്തി. ബാക്കി അങ്ങനത്തെ ഒരു മ്യൂസിക് വേറെ ടീമാണ്, അത് അവരുടെ സൈഡിൽ നിന്ന് തന്നെ നല്ല പക്കയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിലോട്ട് നോക്കണ്ട, നമുക്ക് ഈ ഷൂട്ടിങ്ങും നമ്മളെ ഈ സെറ്റപ്പൊക്കെയാണ് ചെയ്യേണ്ടതല്ല. ഇവിടുത്തെ ഈ തറവാട്ടിലുള്ള എല്ലാ സാധനവും നമുക്ക് തറവാട്ടിലൊരു 4 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കണം. കാരണം ഒരു ദിവസത്തേക്ക് 4000 രൂപ വെച്ച് കുറേ പൈസ വേണം. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ ഷൂട്ട് തീർക്കണം ഇതിനകത്തുള്ള പരിപാടീസൊക്കെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പരിപാടീസൊക്കെ തുടങ്ങി. നാളെ ഈ സീൻസൊക്കെയാണ് ഇത്ര സമയം കൊണ്ട് ഈ സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണം, അതിൻ്റെ റിഹേഴ്സൽ അങ്ങനെയുള്ള പരിപാടിയെല്ലാം തുടങ്ങി. എന്നാലും നമ്മൾ ഡയറക്ടറിനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര തിരക്ക്, ബിസി. അങ്ങനെ വൈകിട്ടായിട്ട് നമ്മൾ നാളത്തെ ഷൂട്ടിങ്ങിനെല്ലാം സെറ്റായി. അപ്പോൾ നാളെ വൈകിട്ടായി. ക്യാമറ വന്നിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല. അവൻ നാളെ എത്തും എന്നാണ് പറഞ്ഞത്, ഡയറക്ടറാണ് പറഞ്ഞിട്ടുള്ളത് അവൻ നാളെ എത്തും. ഓ സെറ്റ്. അപ്പം നമുക്കിനി നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പബ്ലിസിറ്റിയായി നാളത്തെ ഏതൊരു കിടിലൻ ഷോർട്ട് ഫിലിം. നമ്മൾ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ സിനിമയെന്നായി. അങ്ങനെ എല്ലാവരും പറഞ്ഞ് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കണം. അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ 4-5 പയ്യന്മാരങ്ങ് ഫേമസായി. പുതിയ സിനിമ ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മൾ ഇറങ്ങുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ്, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും സിനിമ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടരും പറഞ്ഞു, അതിനറിയാം നമ്മളിതിൽ പുറത്തിറങ്ങുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകണം, ഏത് സിനിമ അങ്ങനെ ഏതെന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഒരുപാടായി. അങ്ങനെ നമ്മളവിടെ കുറച്ച് ഫേമസായി സിനിമയിൽ കയറിയെന്നും പറഞ്ഞു. രാവിലെ ഷൂട്ട് നമ്മൾ രാവിലെ ഡയറക്ടറിനെ വിളിക്കണം. ഒരനക്കവും ഇല്ല, ഒരു ചങ്കടിപ്പായി. രാവിലെ നമ്മൾ ലൊക്കേഷനിൽ പോയി ആളുമില്ല, അനക്കവുമില്ല. നമ്മൾ 4-5 പയ്യന്മാരെല്ലാവരും എത്തി, ഷൂട്ടിങ്ങുള്ള പയ്യന്മാരെത്തി. ക്യാമറമാൻ വന്നിട്ടില്ല, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇവരാരും വന്നിട്ടില്ല. നമ്മളെന്നാലും രാവിലെ അവനെ വിളിക്കുന്നു. ഷൂട്ടിങ് 10 മണിക്കാണ് വെച്ചിട്ടുള്ളത്. നമ്മളെന്തായാലും ഒരു 8-8:30-9 മണിയായപ്പോൾ എത്തി അവിടെ. അപ്പം ഡയറക്ടറിനെ വിളിച്ചിട്ട് ഡയറക്ടർ രാവിലെ ഫോൺ എടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എത്തും, നിങ്ങളവിടെ റെഡി ആയിട്ട് ഞാൻ എത്തുമെന്ന് പറഞ്ഞു. ഓക്കെ. 9:30-9:45 ക്യാമറാമാൻ വന്നില്ല, നമ്മൾ മാത്രം നിൽക്കണം. നമുക്കൊരു ടെൻഷനായിപ്പോയി. എന്തെങ്കിലും പണിയാണോ? 9-10 മണിയായി. 10 മണിയായിട്ട് ഡയറക്ടർ എത്തില്ല. ഡയറക്ടറിനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. ക്യാമറമാൻ പോലും വന്നില്ല. ആകപ്പാടെ പണിയായിട്ട് നിൽക്കണം. അങ്ങനെ നിന്നപ്പം വീടിൻ്റെ ഈ തറവാടിൻ്റെ ഓണർ വരുന്നുണ്ട്. പുള്ളിക്കാരൻ നടന്നിട്ട് വന്ന് ചോദിക്കണേ, എന്ത് നിങ്ങളിത് എന്തായി ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്നാണ് ഷൂട്ട് വെച്ചിരിക്കുന്നത്, ഇത് ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇന്നാണോ ഷൂട്ട്? ഇതിൻ്റെ പൈസ തന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളായിട്ട് അത് പ്രൊഡ്യൂസറായിട്ടല്ലേ? അപ്പോൾ പറഞ്ഞ് അവൻ തന്നെ, അവൻ ഇതുവരെ എൻ്റെ പൈസ തന്നിട്ടില്ല, എൻ്റെ ഷൂട്ടൊന്നും തുടങ്ങേണ്ട കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്നാണ് ഷൂട്ട് വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നാ നാളെയാണ് അന്ന് എനിക്കറിയണ്ട, അതെന്തായാലും പൈസ തന്നിട്ട് അഡ്വാൻസ് തന്നിട്ട് ഷൂട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഡയറക്ടർ എന്നെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. ഒരു അരമണിക്കൂർ വരെ നമ്മളവിടെ നിന്ന് കാര്യം മനസ്സിലായി. ക്യാമറമാൻ പോലും വന്നില്ല. മണി 10 കഴിഞ്ഞ് 10:30 കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നു. എൻ്റെ ഒരു കൂട്ടൻ്റെ വീട് അവിടെ അടുത്തുണ്ട്. നമ്മളെല്ലാവരും അവിടെ ചെന്നിട്ടാണ് നമ്മളിങ്ങനെ പറയാണ്, എടാ തേച്ചതാണ് അവൻ. അപ്പോൾ പറഞ്ഞ് അറിയത്തില്ല. ഇവനെ കൊണ്ടുവന്നൊരു കൂട്ടുകാരുണ്ട്, ഇവനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവനും പറഞ്ഞ്, അവൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചടാ ആളിനെ എങ്ങനെ നിനക്ക് പരിചയം? അവൻ പറഞ്ഞിട്ട് അവൻ സീരിയലിലൊക്കെ ഉള്ളൊരു പയ്യനാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവൻ അങ്ങനെ പറ്റിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കും, നീ വിളിയെന്ന് പറഞ്ഞു. അവൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. 10 മണിക്ക് വരുന്ന ക്യാമറ പോലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം നമ്മളിങ്ങനെ എല്ലാം ഭയങ്കര ഒരു ആർട്ട് വർക്കും എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ച അവിടെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ആ തറവാട്ടിൽ ഇതെല്ലാ വർക്കുകളും ചെയ്യാനും എല്ലാത്തിനും നമ്മൾ കഷ്ടപ്പെട്ടു. ഒരു നിമിഷം കൊണ്ടെല്ലാം തുലച്ച് ഭയങ്കര വിഷമമാണ്. അതിൽ കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ളൊരു ഇതായിപ്പോയി. കാരണം എല്ലാവരും ഇങ്ങനെ പറഞ്ഞങ്ങ് പബ്ലിസിറ്റി ആയി അവിടെയൊക്കെ, സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൊത്തത്തിൽ നാറി നിൽക്കുകയാണ്. വീട്ടിലൊക്കെ അവരൊക്കെ അറിഞ്ഞ് നമ്മളേതോ ഒരു സിനിമയിലാണ് അഭിനയിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരൊക്കെ അറിഞ്ഞു. എനിക്കാണെങ്കിൽ എങ്ങനെ വീട്ടിൽ പോയി കയറും? സംഭവം ഇത് മുടങ്ങിയല്ല.
മനസ്സിലായി. അവൻ തേച്ചയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇവന് ഫോണെടുത്ത് പറയാമായിരുന്നു എന്താണ് പ്രശ്നം, പൈസയുടെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ നമ്മളടുത്ത് പറയാമായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല. അവൻ നമ്മളെ വിളിച്ചാൽ ഇവൻ ഫോൺ എടുക്കുന്നില്ല. നമ്മൾ മൊത്തത്തിൽ നാറി. അങ്ങനെ ഒരു മാസം വരെ നമുക്ക് ഒന്ന് പുറത്തിറങ്ങി നേരെ നടക്കാൻ പറ്റാത്തൊരു ഗതികേടായിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിച്ച് പുതിയൊരു ഡയറക്ടറായിട്ട് വന്നൊരു പയ്യൻ. ഇതൊക്കെ നമ്മളെ മനസ്സിനകത്തൊക്കെ ഇപ്പോഴും ഓർമ്മയായിട്ട് കിടക്കുന്നൊരു സംഭവങ്ങളാണ് കേട്ടോ.